നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഇന്നലത്തെ കായത്തോണ്ട് ഉപ്പേരി വെക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഒരു 2 വാളം പയറെടുത്തിട്ട് അടുപ്പത്തിടാൻ പോവുകയാണ്. അപ്പോൾ പയറെടുത്തു, കുറച്ചുള്ളൂ കേട്ടോ, അത് മതി, കുറച്ച് മതി പയർ, കായത്തോണ്ട് കൂടുതലും. പയർ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കുക്കറിൽ അടുപ്പത്ത് വയ്ക്കാം. ഇത് നന്നായിട്ട് വേവുമ്പോഴേക്കും നമ്മുടെ കായത്തൊണ്ട് നമുക്ക് നന്നാക്കാം കേട്ടോ. അരിഞ്ഞ് വയ്ക്കാം ചെറുതായിട്ട്. ഒരു 2 വാളം പയറിന് 1 ഗ്ലാസ് വെള്ളമൊഴിച്ചു. വെള്ളമൊഴിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം. ഒരു 2 or 3 വിസിലടിച്ചാൽ അത് വെന്ത് കിട്ടും. വേവട്ടെ കേട്ടോ. ഇവിടെ കുറേ പഴമൊക്കെ ഇരിക്കുന്നുണ്ടേ. ഈ നേന്ത്രക്കായ ഉണ്ടല്ലോ, ഇതിൻ്റെ കുറച്ചാണ് നമ്മൾ ഇന്നലെ വറുത്തതേ. അതിൻ്റെ തൊണ്ടാണ് ഇന്ന് വെക്കാൻ പോണേ. അതിന് മുൻപ് വെട്ടിക്കൊണ്ടുവന്ന കായ പഴുത്തു. അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് പഴം മാത്രം എടുത്ത് മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കാം. ഇവിടെ ഇരുന്നാൽ അത് തിന്നില്ല ആരും. തണ്ട് കളഞ്ഞു. ഈ പാത്രത്തിലാക്കിയിട്ട് മേശപ്പുറത്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. കണ്ടോ, ഇവിടെ എന്നാൽ ചീഞ്ഞ് പോവും. ഇങ്ങനെ നടക്കുമ്പോൾ ഓരോന്നോരോന്ന് പറക്കി തിന്നാലേ അതാ കഴിഞ്ഞോളും. ഇതാണ് കായത്തൊണ്ട്. ഇന്നലെ നമ്മൾ ഉപ്പേരി വറുത്തിട്ട് കുറച്ച് തൊണ്ട് ജയശ്രീയും കൊണ്ടുപോയി, കുറച്ച് ഞാനിവിടെയും വെക്കാമെന്ന് പറഞ്ഞു. ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. കഴുകിയെടുത്തു നന്നായിട്ട്. ഇനി നമുക്കതിനെ കുഞ്ഞായിട്ടിങ്ങനെ അരിയാം. എല്ലാ പ്രാവശ്യവും ഓണത്തിന് നമ്മൾ കായ വറക്കുമ്പോൾ കുറച്ച് എടുത്ത് വെച്ച് ഇങ്ങനെ കഴിക്കാറുണ്ട്. ഉപ്പേരി വെച്ചിട്ട്, മെഴുക്ക് പുരട്ടി വെച്ചിട്ട് പയറിട്ട് വച്ചാൽ കൈകൂട്ടി കടിക്കും കേട്ടോ. പണ്ടൊക്കെ എന്നല്ല, ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാറുണ്ട് കേട്ടോ. സദ്യയൊക്കെ ഉണ്ടാകുമ്പോഴേ, വീട്ടിൽ സദ്യ ഉണ്ടാകുമ്പോൾ തലേ ദിവസം രാത്രി ഒരു ചെറിയ സദ്യ ഉണ്ടാവും ബന്ധുക്കൾക്ക് വേണ്ടി മാത്രം, വീട്ടുകാർക്ക്. അന്ന് ഉണ്ടാക്കുന്ന വിഭവങ്ങളിലൊന്നാണ് ഈ കായത്തൊണ്ട് ഉപ്പേരി. ഇതെന്താ രസം എന്നറിയോ? കായ വറുത്ത് കഴിഞ്ഞിട്ട് അതിലെ ബാക്കിയുള്ള വെളിച്ചെണ്ണയിലാണ് ഇതിനെ ഉള്ളി മൂപ്പിക്കുക. ഹൈ ടേസ്റ്റാട്ടോ. ഫ്രഷായിട്ടുള്ള കായത്തൊണ്ടും വേണമെങ്കിൽ ഇത്തിരി പയറും കൂടിയും ചേർത്തിട്ട് വേവിക്കണമെന്നില്ല. ഉള്ളി മൂപ്പിച്ച് ആ വെളിച്ചെണ്ണയിൽ ഉരുളിയിലേക്കാണ്ട് ഇട്ടാൽ മതി. എന്താ സ്വാദെന്നറിയോ? അതൊരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം മേടിച്ച് കഴിക്കും നമ്മൾ. അത്ര രസമാണ് തലേദിവസം സദ്യക്ക് കേട്ടോ. അപ്പം ഞാനത് കളയാറില്ല. കായ വറുത്തപ്പോൾ തന്നെ രുക്മിണി പറഞ്ഞിരുന്നു നാളെ കായത്തൊണ്ടായിരിക്കും ഉപ്പേരിയെന്ന്, അല്ലേ? കറക്റ്റാണ് കേട്ടോ. നമ്മൾ ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അല്ലെങ്കിലും മലയാളികളെല്ലാവരും ഒരുപോലെ തന്നെ, എൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും ഒരുപോലെ തന്നെ ആയിരിക്കും ചിന്തിക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിയല്ലേ? ശരിക്കും അങ്ങനെ തന്നെ ചെയ്തു കേട്ടോ. കണ്ടോ, കുഞ്ഞായിട്ട് അരിഞ്ഞു. അത് കഴുകി അതിൽ കറയൊക്കെ കളയണം. കറ കളയാൻ നമുക്കറിയാലോ, ഉപ്പല്ലേ ഇടുക കായക്കറ കളയാനായിട്ട്. കുറച്ച് ഉപ്പിടാം കേട്ടോ. ഉപ്പ് പൊടിയാണ്, ഉപ്പ് പൊടിയല്ല, കല്ലുപ്പാണ് ഇട്ടിരിക്കണത്. നന്നായിട്ട് ഒന്ന് ഇതിലിട്ടിട്ട് കഴുകിയെടുക്കാം. ഇത്തിരി വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ ഞാൻ. നന്നായിട്ട് അലമ്പിക്കഴിഞ്ഞപ്പോൾ കറയൊക്കെ ഇങ്ങനെ വേർതിരിഞ്ഞു പോയി. ഇനി നമുക്ക് പയർ വെന്തോ നോക്കാം. പയർ വെന്തു, 2-3 വിസിൽ വന്നിട്ടുണ്ടേ, ബെസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കായത്തൊണ്ട് ഇടാം. ഓക്കെ, കായത്തൊണ്ട് ഇട്ടു. ഫുള്ളിട്ടു. ഇനി ഇത്തിരി ഉപ്പ് പൊടി ഇടാം. ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിക്കാം കേട്ടോ, ഒത്തിരി വെള്ളം ഒഴിക്കാം. ലേശം വെള്ളം ഇങ്ങനെ തളിക്കാം, അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു വിസിൽ വരെ വേണ്ടു. ചൂടുണ്ട് പാത്രത്തിന് കേട്ടോ. ആ തുണി കൂട്ടി പിടിച്ചിട്ട് ഒന്നിതങ്ങനെ കുലുക്കിയാൽ, മറച്ചാൽ എല്ലായിടത്തും ഉപ്പ് പിടിക്കും. ഇളക്കിയാലും മതി കേട്ടോ. പിടിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ അടുപ്പത്ത് വയ്ക്കുകയാണ്.
ഒരു വിസിൽ മതിയാവും. കായത്തോണ്ട് പെട്ടെന്ന് വേവൂട്ട. പയർ മുന്നേ വെന്തിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാം കേട്ടോ. എൻ്റെ അറിയാത്ത വല്ലവരുണ്ടെങ്കിൽ അവർക്ക് ഇത് പ്രയോജനമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉള്ളി കേട്ടോ, ഒരു 10 ഉള്ളി ഉണ്ട്, ചുമന്നുള്ളി, ഒരു 5-6 വെളുത്തുള്ളി ഉണ്ട്. നന്നായിട്ട് ചതയ്ക്കാം. അത് പ്രഷർ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് ഇവനെ വേഗം അങ്ങോട്ട് മൂപ്പിക്കാം കേട്ടോ. ചെഞ്ചട്ടി വെച്ചു, തീ കത്തിച്ചു, ചൂടാവട്ടെ. വെളിച്ചെണ്ണ, കായ വറുത്തതിൻ്റെ ബാക്കി വെളിച്ചെണ്ണയാണ്, കുറച്ച് ബാക്കിയുണ്ട്, അതിലൊഴിക്കുകയാണ്. ഒട്ടും തന്നെ വെളിച്ചെണ്ണ വേസ്റ്റാക്കി കളയാനായിട്ട് 2-3 ദിവസം തന്നെ എടുത്തു വെച്ച് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുക. ഞാനിത് എടുത്തുവിട്ടൊന്ന് ഇന്നലത്തെ വെളിച്ചെണ്ണയാണ്. ഇന്നലെ വൈകുന്നേരമല്ലേ കായ വറുത്തത്. ഇന്നിപ്പോൾ തൊണ്ട് ഉപ്പേരി വയ്ക്കുകയാണ്. ഉള്ളിയും മുളകും ചതച്ചത് നന്നായിട്ട് ഇത് ഇളക്കുമ്പോൾ നോക്കൂ, നിറം വന്നു തുടങ്ങിയിട്ടോ. ഗോൾഡൻ ബ്രൗൺ കളറ് ആയി കഴിഞ്ഞിരിക്കണു. ഇത്തിരി കറിവേപ്പില ഇടാം. കറിവേപ്പിലയും ഇട്ടു. ഇനി അതിലേക്ക് തുറന്നുവിട്ട പ്രഷറൊക്കെ പോയി മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, മുളക് പൊടി 1 ടീസ്പൂൺ ഇടാം. കാരണം നല്ല എരിവുണ്ട് കേട്ടോ അതിന്, അത് കാരണം ഞാൻ 1 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. നന്നായിട്ട് പൊടിയൊക്കെ മൊരിഞ്ഞു. നമുക്കിനി വേവിച്ച് വച്ചിരിക്കുന്ന പയറും കായത്തൊണ്ടും അതിലിട്ടു നന്നായിട്ട് ഇളക്കാം. നല്ല വാസന വരുന്നുണ്ട് കേട്ടോ, സൂപ്പർ വാസന. നമുക്കത് ഈ അടുപ്പത്തേക്ക് മാറ്റാം കേട്ടോ, കൈ എത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചു, ഇളക്കി. കണ്ടോ, നല്ല യോജിപ്പായിട്ടുണ്ട് കണ്ടോ, പയറും കായത്തൊണ്ടും കൂടി ഇട്ട് യോജിച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ. അടച്ചു വയ്ക്കാം, ഇത്തിരി കഴിഞ്ഞ് എടുക്കാം കേട്ടോ. നമ്മുടെ സൂപ്പറായിട്ടുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ ഇത്. എന്താണെന്നറിയാലോ, വേണ്ട ഇത് മാത്രം മതി ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ കായയുടെ ഒരു ഭാഗം നമ്മൾ വേസ്റ്റ് ആക്കണില്ല. കണ്ടില്ലേ, വാഴയുടെ എന്തൊക്കെ ഉപയോഗിച്ചു. ഇല എടുത്ത് നമ്മൾ ചോറുണ്ണാൻ ഉപയോഗിക്കാം, ഇല കൊണ്ട് അട ഉണ്ടാക്കാം. ആണയുണ്ടല്ലോ, ആണ പോലും എടുത്തിട്ട് അതിൻ്റെ നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ അടിയിൽ, ചെമ്പിൻ്റെ അടിയിൽ വയ്ക്കാൻ ആണ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇല പറയേണ്ട കാര്യമില്ല. പിന്നെ അത് കൂടാണ്ട് അതിൻ്റെ പിണ്ടിയുടെ പോളകളൊക്കെ നമുക്ക് വള്ളി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഉള്ളിലെ പിണ്ടി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം, തോരൻ ഉണ്ടാക്കാം, പുളിങ്കറി ഉണ്ടാക്കാം. അതുപോലെ ഒരുപാട് തരത്തിലുള്ള കറികൾ ഉണ്ടാക്കാം. അപ്പം പിണ്ടി ഉപയോഗിച്ചു. പിന്നെ നമ്മൾ ചെയ്യണത് നെക്സ്റ്റ് അടിയിലേക്ക് പോയാൽ അതിൻ്റെ മാങ്ങുണ്ട്, അതായത് മാങ്ങ എന്നൊക്കെ പറയും, അതിൻ്റെ കിഴങ്ങ്. ആ കിഴങ്ങും നമുക്ക് ചെത്തി എടുത്തിട്ട് അതുകൊണ്ട് നല്ല സൂപ്പർ കറി വയ്ക്കാം. ഒരു ദിവസം വയ്ക്കാം കേട്ടോ, ഞാൻ ഉറപ്പായിട്ടും വയ്ക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ചെയ്ത കായലേക്ക് പോയാൽ കായ നമ്മൾ ഇന്നലെ എന്താ ചെയ്തത്, വറുത്തു അല്ലേ. പലതരത്തിൽ വറുക്കാം. വട്ടത്തിൽ ഉപ്പേരി ഉണ്ടാക്കാം, ചതുരത്തിൽ ഉപ്പേരി ഉണ്ടാക്കാം, ശർക്കര ഉപ്പേരി ഉണ്ടാക്കാം. പിന്നെ നമ്മൾ കായ കൊണ്ട് കറികൾ, കാളൻ ഉണ്ടാക്കാം, രസം വയ്ക്കാൻ കാളൻ. പിന്നെ കായയുടെ തൊണ്ട് ഇതാ ഉപ്പേരി വെച്ചു. ഇനിയിപ്പോൾ എന്താ കളയാനുള്ള എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സൂപ്പർ അല്ലേ. അപ്പം നമ്മളുടെ ചുറ്റുമുള്ള ഈ സാധനങ്ങൾ നമ്മൾ വേസ്റ്റ് ആക്കി കളയാണ്ട്. ഒരു ദിവസം എന്നോട് ചോദിച്ചപ്പോൾ ഇന്നലെ കുറേ പച്ചക്കറി വാങ്ങിയല്ലോ, ആ പച്ചക്കറി ഇവിടെ ഇത്രയധികം വാങ്ങി കഴിഞ്ഞോ, പിന്നെന്താണ് കായയും ഈ പിണ്ടിയും ഒക്കെ വെക്കണമെന്നാണ് ഒരാൾ ചോദിച്ചത്. പക്ഷെ ഞാൻ വിചാരിച്ചതിൻ്റെ കായ വാങ്ങിയ സാധനങ്ങൾ അതവിടെ ഇരിക്കട്ടെ. എനിക്കിഷ്ടം ഈ നഷ്ടപ്പെട്ടു പോവാതിരിക്കണേ ഈ വാഴയുടെ ഓരോരോ ഭാഗങ്ങളും അത് നഷ്ടപ്പെടാണ്ട്. ഒട്ടും തന്നെ വളപ്രയോഗമില്ല, ഒട്ടും തന്നെ കീടനാശിനി ഉപയോഗിക്കുന്നില്ല, ഒരു തരത്തിലുള്ള മായങ്ങളും ഇല്ലാത്ത നമ്മുടെ സ്വന്തം പ്രോഡക്ട്സ് നമ്മൾ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാൻ. ഇത് നമ്മൾ കളഞ്ഞിട്ട് പിന്നെ വാങ്ങുന്ന സാധനങ്ങൾ, ആർട്ടിഫിഷ്യലായിട്ട് വിഷമടിച്ചും മരുന്നൊക്കെ കുത്തിക്കയറ്റിയൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളെക്കാളും എത്രയോ ഉത്തമമാണ് നമ്മുടെ ഈ സാധനം എന്നാണ്. അതാണ് ഞാനത് ഉപയോഗിക്കുന്നത് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. എനിക്ക് അത് തന്നെയാണ് ഇഷ്ടം. പ്രകൃതിയാണ് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മ. ആ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം.
നിങ്ങൾക്കിത് ഇഷ്ടമാവാണ്ടിരിക്കില്ല, വെച്ച് നോക്കൂ കേട്ടോ. അപ്പം നിങ്ങൾ കായൊക്കെ കിട്ടുമ്പോൾ കായയുടെ തൊണ്ടൊന്നും കളയല്ലേ കേട്ടോ. കണ്ടോ? അപ്പം നമ്മൾ ഇത്ര അത് ഒരുപാട് കായ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കാം. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കാം. അപ്പം ഞാനുണ്ടാക്കിയ ഈ സാധനം ഞങ്ങൾ രണ്ടുപേരും വെച്ചു. ഞാനും വെച്ചു, ജയശ്രീയുടെ വീട്ടിലും കായത്തോണ്ടും പയറും ഉപ്പേരി വെച്ചു. ഞാനും കായത്തോണ്ടും പയറും ഉപ്പേരി വെച്ചു. ഓക്കെ, നമുക്ക് ഊണ് കഴിക്കാം കേട്ടോ. ചോറ് വിളമ്പി, എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ല ഈ കറികളുടെയൊക്കെ നല്ല വാസന വരുമ്പോഴേ അറിയാണ്ട് വിശന്ന് വരും. വയറ്റിൻ്റെ ഉള്ളിൽ ഭയങ്കര ഊണ് കഴിക്കണം എന്ന് തോന്നും. ഇത് ഇന്നലത്തെ കാളനാണ് കേട്ടോ. കാളൻ വെച്ചത് ചേനയും നേന്ത്രക്കായും കൂടി കാളൻ വെച്ചതാണ്. അപ്പോൾ ഊണ് കഴിക്കാൻ പോകാം. രാജേട്ടൻ അതൊരു വന്നിട്ടില്ല കേട്ടോ, അവിടെ ഇരിക്കുക ടി വി വെച്ചിട്ട്. ശബ്ദം കേട്ടില്ലേ നിങ്ങൾ? ഞാൻ വിളമ്പാണ് കേട്ടോ. ഇതാ നമ്മുടെ സ്പെഷ്യൽ മെഴുക്ക് പുരട്ടി, സ്വാദിഷ്ടമായ ഇന്നത്തെ സ്പെഷ്യൽ അല്ലേ, കായത്തൊണ്ടും പയറും ഉപ്പേരി വിളമ്പി. ജയശ്രീ കുറച്ചും കൂടി എടുത്തോളൂ കേട്ടോ, ഞങ്ങളിത് എടുത്തു. ഇത്തിരി കടുമാങ്ങയും വേണേ കൂട്ടാട്ടോ. കടുമാങ്ങ ഇപ്പോഴേന്ന് കൊണ്ടെന്താണ് കേട്ടോ. എൻ്റെ കടുമാങ്ങയല്ല അത്, അവിടുത്തെ കടുമാങ്ങ കൂടുതൽ ടേസ്റ്റാണ്. ഞാൻ വെച്ചേക്കാളും സ്വാദ് കൂടല്ല. ഇത് രാജേട്ടനാട്ടോ. രാജേട്ടന് കടുമാങ്ങയൊന്നും ഇഷ്ടമില്ല. എനിക്കാണ് കടുമാങ്ങയുടെ ഇഷ്ടം, ജയശ്രീക്കും ഇഷ്ടമാണ്. ഞാൻ കഴിക്കാൻ പോവാട്ടോ. ഇതാ കണ്ടു, ഇതാണ് ഇന്നത്തെ സ്പെഷ്യല്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ.